മാഞ്ഞു പോയിട്ടുണ്ട് അളവുകൾ. അത് നമുക്ക് ഈ പേപ്പറിൽ ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ അതിനകത്ത് നോക്കി പഠിക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ടേപ്പിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ മേഖലയിൽ മെഷർമെൻറ്റ് ടേപ്പ് കൊണ്ട് അളവ് നോക്കിയാണ് നമ്മൾ ആ വർക്കുകൾ ചെയ്യുന്നത്. അതിപ്പോൾ ഏത് മേഖലയായാലും കൺസ്ട്രക്ഷൻ ഫീൽഡിലായാലും ഒരു മെഷർമെൻറ്റ് ടേപ്പ് ഇല്ലെങ്കിൽ ആ വർക്കുകൾ നമുക്ക് ഏതളവിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റില്ല. അപ്പം മെഷർമെൻറ്റ് ടേപ്പിൻ്റെ ഉപയോഗം, അതിൽ ഏതൊക്കെ അളവുകളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 5 മീറ്ററിൻ്റെ ഒരു ടേപ്പാണ്. ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ അളവെടുക്കണം, ഏതളവാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട് കാണും ബിഗിനേഴ്സിന്. അപ്പം തീർച്ചയായും നമ്മൾ ടേപ്പിലെ മെഷർമെൻറ്റ് അറിഞ്ഞിരിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഴയ ടേപ്പാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ആദ്യമുള്ളതൊക്കെ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട് അളവുകൾ. അത് നമുക്ക് ഈ പേപ്പറിൽ ഞാൻ വരച്ച് കാണിക്കാം. അപ്പോൾ അതിനകത്ത് നോക്കി പഠിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഇഞ്ചളവാണ് നോക്കുന്നത്. ടേപ്പിൻ്റെ നേരെ പിടിക്കുമ്പോൾ മുകൾ ഭാഗത്ത് വരുന്ന 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്ന ഇതാണ് ഇഞ്ചളവ്. സെൻറ്റിമീറ്ററും മില്ലിമീറ്ററുമാണ് താഴെ വന്നിരിക്കുന്നത്. ആദ്യം ഇഞ്ചളവ് വരച്ച് പേപ്പറിൽ വരച്ച് കാണിക്കാം. ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് കറക്റ്റ് അളവിൽ നിന്നും നമ്മളൊന്ന് വലുതാക്കി വരയ്ക്കുന്നുണ്ട്. കാരണം വീഡിയോയിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയാണ്. ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ അത്ര പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഇഞ്ചളവ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ച് അളവ് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തുടങ്ങി ഇവിടെ വരുമ്പോഴാണ് 1 ഇഞ്ച് ആവുന്നത്. 1 ഇഞ്ചിൽ 16 വരകളാണ് ഉള്ളത്. ഇത് ഇവിടെ 0യിൽ തുടങ്ങി ഇവിടെ വരുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ഇവിടെ വരുമ്പോൾ 1 ഇഞ്ച് ആവുന്നു. പിന്നെ വരുന്നത് ഈ 16 വരയിൽ ഒന്നാമത്തെ വര, അതാണ് 16ൽ 1, 160 അളവ്. അടുത്ത വരയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/8 എന്നുള്ള അളവാണ്. അതായത് 8ൽ 1. ഇങ്ങനത്തെ ആദ്യത്തെ വരകൾ കുറച്ചുകൂടെ വലിയ വരകൾ, 8 വരകളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 1 ഇഞ്ച് എത്തുമ്പോൾ 8 വരെയായി. ആ 8ൽ ഒന്നാമത്തെ വരെയാണ് 8ൽ 1 എന്ന് കണക്കൂട്ടുന്നത്. അതായത് നമ്മൾ ഒരു നൂല് എന്നൊക്കെ പറയുന്ന അളവാണ്. അതായത് മൂന്നാമത്തെ വര വരുമ്പോൾ 16ൽ മൂന്നാമത് വരുന്നത്, 16ൽ 3, 3/60, 360 എന്നുള്ള അളവാണ്. പിന്നീട് വരുന്നത് 1/4 ഇഞ്ചാണ്. അത് കുറച്ചുകൂടെ വലിയ വരയാണ്. 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 4ൽ 1, 1/4, 4 ഇഞ്ച് 1/4 ഇഞ്ച് എന്നുള്ള അളവാണ്. പിന്നീട് വരുന്ന അടുത്ത ഏറ്റവും ചെറിയ വര 1/4 ഇഞ്ച് കഴിഞ്ഞാൽ അടുത്ത 1/4 ഇഞ്ചിന് നമ്മൾ പറയുമ്പോൾ 180, 280 എന്നും പറയുന്നുണ്ട്. പിന്നീട് അടുത്ത വര എന്ന് പറയുമ്പോൾ 560, 5/60 എന്നുള്ള അളവാണ്. 560. അത് 8ൽ മൂന്നാമത്തെ വരയാണ് 3/8, 3/8. പിന്നീട് വരുന്നത് 3/8 കഴിഞ്ഞാൽ അടുത്ത 760. അടുത്ത ചെറിയ വര 16ൽ 7ാമത്തെ വരയാണ്, 16ൽ 7, അപ്പോൾ 760 എന്നുള്ള അളവാണ്. പിന്നീട് വരുന്നത് 1/2 ഇഞ്ച്, 2ൽ 1, 1/2. 1/2 ഇഞ്ച് കഴിഞ്ഞാൽ അടുത്ത ചെറിയ വര, ഏറ്റവും ചെറിയ വര വരുന്നത് 960, 9/60 എന്നുള്ള അളവാണ്. 960 കഴിഞ്ഞാൽ അടുത്ത 8 വരകൾ ഉള്ളതിൽ 1, 2, 3, 4, 5ാമത്തെ വര, അത്
5/8 എന്നുള്ള അളവാണ് 5/8. പിന്നെ ഈ അളവാണ് 5/8 കഴിഞ്ഞാൽ അടുത്ത വരുന്നത് 1160, അതായത് 16ൽ 11, 11ാമത്തെ വരെയാണ്. അത് 11/60. പിന്നീട് വരുന്ന 1160 കഴിഞ്ഞാൽ അടുത്ത 3/4 ഇഞ്ച്, അതായത് 4ൽ 3, 3/4 എന്നുള്ള അളവാണ്. 3/4 ഇഞ്ച് കഴിഞ്ഞാൽ 13/60, 13/16 എന്നുള്ള അളവാണ് വരുന്നത്. പിന്നീട് 1360 കഴിഞ്ഞാൽ 7/8 ആണ്, അതായത് 8 വരകളിൽ 7ാമത്തെ 7/8. 16ൽ 15ാമത്തെ വരെയാണ് 1 ഇഞ്ചിന് തൊട്ട് മുന്നേ ഉള്ള വര. അത് 15/60 എന്ന് പറയും, 15/60. പിന്നെ വരുന്ന വലിയ വര 1 ഇഞ്ച് ആവുന്നു. 1 ഇഞ്ചിനകത്ത് ഇത്ര അളവുകളാണുള്ളത്. ഇത് ഇഞ്ചളവാണ്. പിന്നെ 1 ഇഞ്ച് കഴിഞ്ഞ് അടുത്ത ഏറ്റവും ചെറിയ വര 160, 1/160 എന്ന് പറയും. 1/160, അതായത് 1 ഇഞ്ച് കഴിഞ്ഞ് നമ്മൾ 1/160. പിന്നെ 1 ഇഞ്ച് കഴിഞ്ഞ് അടുത്ത പറയുമ്പോൾ അടുത്ത 8 വരകളിലുള്ളത് 1/8 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 360, 3/60. അടുത്ത 1/4 ഇഞ്ച്, ഇത് 1/4 ഇഞ്ച്, 4ാമത്തെ വര 1/4 ഇഞ്ച് എന്ന് പറയും. അപ്പോൾ 1/4, 1/4 അങ്ങനെയുള്ള അളവ് അങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഏകദേശം ഇഞ്ചളവ് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഇഞ്ചളവിൽ 8, 9, 10, 11 കഴിഞ്ഞാൽ 12 വരുമ്പോൾ 1 ഫീറ്റ് ആവുന്നു, അതായത് 1 അടി. പിന്നീട് അത് 12ഉം 12ഉം 24 വരും. അത് 23 കഴിഞ്ഞ് 24 വരെ 0.2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 2 ഫീറ്റ് 2 അടി എന്നുള്ള അളവാണ്. പിന്നീട് നമ്മൾ സെൻറ്റിമീറ്റർ നോക്കുമ്പോൾ താഴെ 1, 2, 3, 4, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 8, 9, ഇത് വരുമ്പോൾ 10 സെൻറ്റിമീറ്റർ, 11 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിൽ താഴെയുള്ള ചെറിയ വരകൾ പഴയ ടേപ്പായതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്തായാലും കുറച്ച് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അത് 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് 10.1, 10.2, 10.3, 10.4, 10.5 സെൻറ്റിമീറ്റർ. അങ്ങനെ 10.9 കഴിഞ്ഞ് അടുത്ത 1 വരുമ്പോൾ 11 സെൻറ്റിമീറ്റർ വരും. പിന്നെ അത് തന്നെ നമുക്ക് മില്ലിമീറ്ററായിട്ട് കണക്ക് കൂട്ടാം. അവിടെ വരുമ്പോൾ 1, 2, 3 വരുമ്പോൾ 30 mm ആണ്, അതായത് 30 മില്ലിമീറ്റർ. 4 വരുമ്പോൾ 40 മില്ലിമീറ്റർ ആണ്. പിന്നീട് 4, 5, 6, 60, 70, 80, 90, 100 മില്ലിമീറ്റർ. 10 വരുമ്പോൾ 10 സെൻറ്റിമീറ്റർ. അത് മില്ലിമീറ്ററായിട്ട് കണക്കാക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ 100 mm ആണ്. അത് കഴിഞ്ഞ് 100, 110, 120, 130, 140, 150 മില്ലിമീറ്റർ. അത് സെൻറ്റിമീറ്റർ ആകുമ്പോൾ 15 സെൻറ്റിമീറ്ററാണ്. മില്ലിമീറ്റർ ആണെങ്കിൽ ഇത് വരുമ്പോൾ 100 കഴിഞ്ഞ് 150 mm വരും, മില്ലിമീറ്റർ വരുന്നതാണ്. പിന്നെ ഇത് വരുമ്പോൾ 20 സെൻറ്റിമീറ്റർ വരുമ്പോൾ 200 മില്ലിമീറ്ററാണ്. അങ്ങനെ 10 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 30, 40, 50 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, അങ്ങനെ വന്ന് 100 സെൻറ്റിമീറ്റർ വരുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അത് മില്ലിമീറ്റർ ആകുമ്പം 1000 മില്ലിമീറ്റർ 1 മീറ്ററായിട്ട് കണക്ക് കൂട്ടാം. ഒരു മീറ്റർ എന്ന് പറയുന്ന ഇഞ്ചളവിൽ വരുമ്പോൾ 39, 38 ആയിട്ട് വരും. 39 3/8, അതായത് 8 വരകളിൽ 3ാമത്തെ വര 3/8. അപ്പോൾ ഏകദേശം
ടേപ്പ് അളവൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ അറിവ് പകരാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.